എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്നുവരെ സാക്ഷ്യം വഹിക്കാത്ത അതിമാനുഷികമായ ഒരു പോരാട്ടത്തിനാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ജീവൻ മരണ പോരാട്ടത്തിൽ ഭാരതത്തിന്റെ അഭിമാനം കാക്കാൻ അവതാരമെടുത്തതും മറ്റാരുമല്ല, മലയാളികളുടെ പ്രിയപുത്രൻ സഞ്ജു സാംസൺ ആയിരുന്നു. ഈ വിജയത്തിന് തൊട്ടുപിന്നാലെ രാജ്യം ഒന്നടങ്കം ഞെട്ടിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സഞ്ജുവിനെ ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനത്തിന് പകരമായി 100 കോടി രൂപയുടെ ബമ്പർ സമ്മാനം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതെ, കേൾക്കുന്നത് സത്യമാണ്. സഞ്ജുവിന്റെ പോരാട്ടവീര്യത്തിനു മുന്നിൽ പ്രധാനമന്ത്രി പോലും മനസ്സ് നിറഞ്ഞ് ആദരവർപ്പിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ നാടകീയമായ നീക്കങ്ങളാണ് കൊൽക്കത്തയിൽ അരങ്ങേറിയത്. ടോസ് ഭാഗ്യം തുണച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. വിൻഡീസ് നിരയിൽ സായ് ഹോപ്പും റോസ്റ്റൺ ചേസും ചേർന്ന് മികച്ച തുടക്കമിട്ടപ്പോൾ വിൻഡീസ് 195 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തി. 196 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ക്രീസിലെത്തിയ സഞ്ജു സാംസൺ വിൻഡീസ് ബോളർമാരെ ശരിക്കും വേട്ടയാടുകയായിരുന്നു. സൂര്യകുമാർ യാദവിനെ ഒരു വശത്ത് നിർത്തി സഞ്ജു തന്റെ സംഹാരരൂപം പുറത്തെടുത്തു. വെറും 26 പന്തിൽ തന്റെ കരിയറിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ അദ്ദേഹം 200 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും പരാജയപ്പെട്ട് ഡ്രസ്സിംഗ് റൂമിലെ ഗൗതം ഗംഭീർ പോലും നിരാശനായിരുന്ന നിമിഷം സഞ്ജുവും ശിവം ദുബെയും ചേർന്ന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒടുവിൽ 97 റൺസുമായി പുറത്താകാതെ നിന്ന് സഞ്ജു ഇന്ത്യയെ ചരിത്ര വിജയത്തിലേക്കും സെമിഫൈനലിലേക്കും നയിച്ചു. വിജയത്തിനു ശേഷം മൈതാനത്ത് മുട്ടുകുത്തി നിന്ന് സഞ്ജു ദൈവത്തിന് നന്ദി പറഞ്ഞത് കാണികളുടെ കണ്ണുനിറച്ചു. എന്നാൽ ആ മത്സരം ശേഷം അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡ്രസ്സിംഗ് റൂമിലെത്തിയത്. സഞ്ജുവിനെ ചേർത്തുപിടിച്ച അദ്ദേഹം താരത്തിന്റെ നെറുകയിൽ ചുംബിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് അദ്ദേഹം ആ പ്രഖ്യാപനം നടത്തിയത്. സഞ്ജുവിന്റെ ഈ അവിശ്വസനീയ ഇന്നിംഗ്സിന് ആദരവായി 100 കോടി രൂപയുടെ ചെക്ക് അദ്ദേഹം കൈമാറി. കൂടാതെ ഇന്ത്യൻ ടീമിന് മൊത്തമായി 50 കോടി രൂപയും പാരിതോഷികം നൽകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഞ്ജുവിന്റെ കളി കണ്ടപ്പോൾ എന്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. രാജ്യം മുഴുവൻ ഇന്ന് സഞ്ജുവിനെ ഓർത്ത് അഭിമാനിക്കുന്നു. ഹോളിക്കും ദീപാവലിക്കും മുന്നേ തന്നെ സഞ്ജു ഇന്ത്യക്കാർക്ക് വലിയ ഒരു സമ്മാനം നൽകിയിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി വികാരാധീനനായി പറഞ്ഞു. എന്തായാലും ഈഡൻ ഗാർഡൻസിലെ ആ രാത്രി വെറും ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റേതായിരുന്നില്ല, മറിച്ച് പ്രതിഭയുണ്ടായിട്ടും തഴയപ്പെട്ട ഒരു പോരാളിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റേതായിരുന്നു. സഞ്ജു സാംസൺ എന്ന മലയാളി താരം തന്റെ ബാറ്റ് കൊണ്ട് എഴുതി ചേർത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഈ ഐതിഹാസിക ജയം ഇന്ത്യയെ സെമിഫൈനലിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, സഞ്ജു എന്ന താരത്തെ ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി 100 കോടി രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചത് കേവലം ഒരു തുകയല്ല, മറിച്ച് സഞ്ജുവിന്റെ കഠിനാധ്വാനത്തിനും ക്ഷമയ്ക്കും രാജ്യം നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഈ വിജയം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ഹോളിയുടെയും ദീപാവലിയുടെയും ഇരട്ടി മധുരം നിറച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന സെമിഫൈനലിലും സഞ്ജുവിന്റെ ഈ വിശ്വരൂപം തുടരുമെന്നും ഭാരതം ലോക കിരീടം ചൂടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയും. ഈ അതുല്യമായ വിജയത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ ഈ വലിയ മനസ്സിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.